ഹലോ, അന്നൊരിക്കൽ നമ്മൾ വൈറ്റ് ക്ലൗഡിന് ഒരു പെൻബാൽ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ റിപ്ലൈ ലെറ്ററാണിത്. ഇത് കിട്ടിയിട്ട് തന്നെ 2 ആഴ്ച കഴിഞ്ഞു. ഞാൻ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല. ഇത് ആദ്യം തന്നെ ഞാൻ ഫുൾ വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഒന്നും കഴിഞ്ഞില്ലായിരുന്നു. ഭയങ്കര തിരക്കൊക്കെ ഉള്ളതാണ്. അപ്പം എഡിറ്റ് ചെയ്യണം, പിന്നെ വോയിസ് ഓവർ കൊടുക്കണം, അതൊക്കെ ചെയ്യണം. ഞാൻ വിചാരിച്ചു എന്നാൽ ഷോർട്ട് വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ വീഡിയോ ഇടലൊക്കെ കുറവായിരുന്നു. അപ്പം ഇതൊരു വീഡിയോ വിട്ട് വിചാരിച്ചിട്ട് ഇതിട്ടു. പിന്നെ കുറേ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്യാൻ പിന്നെ വോയിസ് ഓവറൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ പിന്നാലെ വരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഒരു ലെറ്റർ ഒന്ന് വായിച്ചു നോക്കണം. ഫ്രണ്ട് പേജ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആൾ കേട്ടോ. ഫ്രണ്ട് പേജ് ആൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. സ്റ്റിക്കറൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ലെറ്ററാണ്. ലെറ്റർ എന്ന് വെച്ചാൽ പേഴ്സണലി ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല. ചെറുങ്ങനൊന്നും കാണിച്ചു പോകുന്നേ ഉള്ളൂ. പിന്നെ അടുത്തതാണ് ക്വസ്റ്റ്യൻസ് അല്ല, ആൻസേഴ്സാണ്. അതിൻ്റെ ഞാൻ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആൻസറാണിത്. ആൻസറും വെറുതെ അങ്ങ് കാണിച്ചു പോകുന്നേ ഇല്ല. അപ്പം ആൻസറിൻ്റെ ചെറിയൊരു സിമ്പിൾ ഡിസൈനൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. കാര്യമായിട്ടുള്ള അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സിമ്പിൾ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത്. അടുത്ത മെയിനായിട്ടുള്ള ഗുഡീസായിരുന്നു ആദ്യം തുറക്കണമെന്നുണ്ടായത്. പിന്നെ വിചാരിച്ചെന്നാൽ ലാസ്റ്റ് തുറക്കാം വിചാരിച്ചു. എന്നാലും അതിൻ്റെ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഗുഡീസിൽ വെച്ചാൽ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഒരു സ്ക്വഷി ഉണ്ടായിരുന്നു. സ്ക്വഷി ആളിതിന് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ തന്നെ. നല്ല അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു സ്ക്വഷി ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അടുത്തതെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു സ്റ്റിക്കറാണ്, കവായി സ്റ്റിക്കർ. ആളെടുത്ത് പ്രിൻ്റർ ഉണ്ട്. അപ്പം പ്രിൻ്റ് ചെയ്ത് തന്നെയാണ് എനിക്ക്. നല്ല അടിപൊളി സ്റ്റിക്കേഴ്സാണ്. പിന്നെ ട്രാൻസ്പെറൻറ്റ് പേപ്പർ ഉണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ വരയ്ക്കാനൊക്കെ വേണ്ടി, കോപ്പി ആയിട്ട് വരയ്ക്കാനൊക്കെ വേണ്ടി തന്നെയാണ്. അടുത്തത് ഒരു ബുക്ക് മാർക്കായിരുന്നു. ആൾ ഇതിൻ്റെ എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്തതെന്നൊക്കെ. പിന്നെ കുറേ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ഒരേ പാറ്റേൺസൊക്കെ ആയിരുന്നു. പിന്നെ കളർ കുറച്ചങ്ങോട്ട് മാറ്റുന്ന സ്റ്റാമ്പ്സ് ഉണ്ടായിരുന്നു. അത് ഇവിടെ എത്തുമ്പോഴത്തിൽ കുറച്ചൊന്ന് സ്പ്രെഡായി പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഒരു ക്ലൗഡും പർപ്പിളിന് എഴുതിയൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഒരു വാഷി ടൈപ്സ് ഉണ്ടായിരുന്നു. 1 അല്ല 3 തന്നിട്ടുണ്ട്. അടുത്തതാണ് അത് ഒരെണ്ണം മാത്രമേ തന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ എണ്ണം ഉണ്ടായിരുന്നു സ്റ്റിക്കേഴ്സ്. അടുത്തത് വിൻറ്റേജ് ചാനൽ സപ്ലൈസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പെൻബാൽ ഉണ്ടായത്. അപ്പോൾ ബൈ.